നീ വിളിച്ചിട്ട കൊല്ലത്തേക്ക് വന്നേ, വല്ല നടക്കുവടേ? എന്താ നടക്കേണ്ടത്? ഇവിടെ എന്താ നടക്കാത്തെ? കൊല്ലത്തെ ഫുഡിനടി. ഇവിടെ എന്താ ഇല്ലാത്തെ? സംഭവം ഫുഡിനടി അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ നടക്കത്തില്ല. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. അങ്ങനെയാണെങ്കിൽ കാണാം. കാണാം. ആള് പുതുതാ, കൊറേ സംശയമുണ്ട്. ഭക്ഷണം എങ്ങനാകും, എന്താകും, എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങള് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആൾക്ക് എന്താ അറിയണ്ടേ? അതിന്റെ വിശക്കുന്ന മനുഷ്യൻ ഏത് ഫുഡ് അക്സെപ്റ്റ് ചെയ്യും. അതിപ്പോ കൊല്ലംകാരനായാലും തിരുവനന്തപുരക്കാരനായാലും കാസർഗോഡുകാരനും അതിന് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഈ പെട്ടെന്ന് ഈ എന്താ പറയാ അടി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ തെള്ളിക്കയറ്റം ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ക്രമീകരണങ്ങൾ എങ്ങനെ, എത്ര പേർക്കൊക്കെ ഒരു സമയത്തിരുന്ന് കഴിക്കാം? അതിപ്പോ അവിടെ 2200 പേർക്ക് ഇരിക്കാം. തെള്ളിക്കയറുക എന്നുള്ള മലയാളിയുടെ മനുഷ്യ സഹജമായ സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിനെ കണ്ടുകൊള്ളാൻ ആർക്കും പറ്റില്ല. അത് സ്വയം അവരവർ നിയന്ത്രിക്കുക എന്നുള്ള മാത്രമാണ്. പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണം എത്ര ആൾ വന്നാലും കൊടുക്കാൻ ഞങ്ങളുടെ പാചകശാല റെഡിയാണ്. പഴയ വഴിയിടവും അല്ല. അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പഴയടം എന്നും പഴയടം തന്നെ. പുതിയ ഇടങ്ങളിലേക്കൊന്നും മാറിയിട്ടില്ല ഇത്. അപ്പോ നിന്റെ സംശയമൊക്കെ മാറിയാ? ഒരു സംശയമല്ല, പരിപാടി അടിപൊളിയാവും. അപ്പൊ ഫുഡിന്റെ കാര്യം കിടിലൻ. കിടിലല്ലേ? അത് സംശയമുണ്ടോ?